ഹലോ, മിനു സൗദി പോകണം കേട്ടോ. അപ്പോൾ അവൾ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോകുന്നതിന് വീഡിയോയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. മിനു ആരാന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് അവളുടെ നാത്തുൻ്റെ മൂന്നാമത്തെ മോളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയിലായതുകൊണ്ട് സച്ചുവിനെ ഹോസ്റ്റലിന് എടുത്തിട്ടാണ് പോകുന്നത്. എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അവരുടെ ഹോസ്റ്റൽ. അപ്പോൾ അവളെയും പിക്ക് ചെയ്തു. ഷാക്കുട്ടനെ അവൻ്റെ മാസ്ക് ഇട്ട് മനസ്സിലായില്ല കേട്ടോ. പിന്നെ മാസ്ക് ഊരിയപ്പോഴാണ് എനിക്ക് കത്തിയത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് എനിക്ക് കറക്റ്റായിട്ട് ക്യാമറയിൽ കിട്ടിട്ടോ. എൻ്റെ ഹഗ്ഗിങ് കണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. അപ്പോൾ മിനു ഒരു മാസത്തിന് പോകട്ടോ. അവൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ അവളുടെ ഉപ്പയും ഓൾറെഡി സൗദിയിലുള്ളത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. താത്തയും ഹളയൊക്കെയും പിന്നെ ഉമ്മയൊക്കെ ഓൾറെഡി സൗദിയിലാണുള്ളത്. അവൾക്ക് നോമ്പിന് മുന്നേ പോയതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമാണ് കേട്ടോ വീട്ടിലുണ്ടായിരുന്നത്. ലാസ്റ്റിൽ ഇഫ്താർ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞങ്ങൾ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നത്. ഞങ്ങൾ മാത്രം നിയന്ത്രിക്കാൻ ആരും ഇല്ലാത്തൊരു ഇഫ്താറൊക്കെ ഉണ്ടാക്കിയത് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി മിസ് ചെയ്യും. അങ്ങനെ മിനു പോകാൻ പോവാണ്. അപ്പോൾ ഈ മേൽക്കുട്ടനും ഷാക്കുട്ടനൊക്കെ മിനുവിന് ടാറ്റ കൊടുക്കുന്നുണ്ട്. ഷാക്കുട്ടന് മിനുമാസിനായിട്ട് നല്ല ചിരിയായിരുന്നു കേട്ടോ അവനക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ മിനുമാസി പോയി. ഉമ്മാൻ്റെ അനിയത്തിമാർക്കാണ് കേട്ടോ മാസി എന്ന് പറയുന്നത്. ഞങ്ങൾ പുതിയൊരു പേര് കണ്ടുപിടിച്ചായിരുന്നു. അങ്ങനെ മിനുമാസി തച്ചുമാസി എന്നൊക്കെ വിളിക്കുന്നതാണ്. അപ്പോൾ അവൾ പോയി കഴിഞ്ഞ് പിന്നെ ബോർഡിംഗ് പാസ് ഇട്ടുന്നവരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. ആ സമയം ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഈ മേൽക്കുട്ടൻ ജസ്റ്റ് നടക്കാൻ പഠിച്ചിട്ടുള്ള ടൈമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ അവിടെ ഓടി കളിക്കായിരുന്നു. അപ്പോൾ അവിടെ കണ്ട കുട്ടികളുടെ കൂടെ ഓടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടിയ അതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ നോമ്പുറക്കുന്ന സമയത്തുകൊണ്ട് ഞങ്ങൾ എയർപോർട്ട് തൊട്ടടുത്തുള്ള ചായവാലയിൽ കയറിയിട്ട് നോമ്പ് തുറന്നു കേട്ടോ. സ്നാക്സും കടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മെഹ്റബ് മന്തിയിൽ പോയി. അവിടെ മട്ടൻ മന്തിയാണ് കഴിച്ചത്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇതൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേറെ ഫുഡ് തന്നെ കരുതണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫുഡ് കരുതിയിട്ടുണ്ടായിരുന്നു. എല്ലാട്ടോട്ടിൻ്റെ സെറൽ ടോട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ മോനക്ക് കൊടുക്കുന്നത്. ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് മക്കൾ കൊടുക്കാൻ പറ്റിയ അടിപൊളി ഫുഡാണ് കേട്ടോ അത്. കാരണം സെർലാക്ക് പോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഹോട്ട് വാട്ടർ ആഡ് ചെയ്തിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഫുഡാണ് കേട്ടത്. മക്കൾക്കുള്ള എല്ലാ പോഷകങ്ങളും ഇറങ്ങിയിട്ടുള്ള കുറേ നട്ട്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു മിക്സറാണ് കേട്ടോ ഇത്. ഇതിൽ മക്കാന, ബദാം, അണ്ടിപ്പരിപ്പ്, പിസ്ത അങ്ങനെ ഒരുപാട് നട്ട്സിൻ്റെ ഒരു മിക്സറാണിത്. അപ്പോൾ ഈ മെലൂന് നല്ല ഇഷ്ടമാണ് കേട്ടോ. ടേസ്റ്റും ഉണ്ട്. കാരണം ഇതിൽ ഓൾറെഡി സ്വീറ്റ്നെസ് ഉണ്ട് കൽക്കണ്ട ആഡ് ചെയ്തുകൊണ്ട്. എല്ലാട്ടോട്ട് ബ്രാൻഡിൻ്റെ ഒരു അട്രാക്റ്റീവ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ അവർ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഇൻസ്റ്റൻറ്റ് ഫുഡ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ മധുരക്കിഴങ്ങ് പൊടി, അമൃതപ്പൊടി, പിന്നെ പഴുത്ത നേന്ത്രക്കായ പൊടി, അതുപോലെ തന്നെ സെറിൽ ടോട്ടുമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. 4 ഇൻസ്റ്റൻ്റ് ആണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ചൂടുവെള്ളം ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി ഫുഡാണ്. അങ്ങനെ ഇമ്മലോട് ഫുഡൊക്കെ കൊടുത്തു. ഷാക്കുട്ടാൻ ടൈം ആയപ്പോൾ ഉറങ്ങിയിട്ടോ. അതുകൊണ്ട് എനിക്ക് ഫുഡ് കൊടുത്തില്ല. തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് നടന്ന് റിട്ടേൺ ചെയ്തിട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ. അപ്പോൾ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അതിന് പുറമെ ബേബീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫുഡ് ഐറ്റംസും എല്ലാട്ടോട്ട് ബ്രാൻഡിന് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേജ് അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം.